ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള ഒരു കറുമുറ സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ് ഇത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്ന് നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പോൾ ആ ഒരു നേരം മാത്രമേ നമുക്ക് കുറച്ച് സമയമായിട്ടുള്ളൂ. ബാക്കി കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കടലപ്പരിപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുമല്ല, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് നമുക്കൊരു 10-15 ദിവസത്തോളം വരെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് നമുക്ക് എപ്പോഴും ഒന്ന് കുറിച്ച് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്നാക്കാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കടലപ്പരിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻസ്, അതായത് B1, B2, B3, B9 അങ്ങനെയുള്ള വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉള്ളതാണ് ഈ ഒരു കടലപ്പരിപ്പിൽ. നമുക്ക് എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിനകത്തോട്ട് ഒരു കപ്പോളം ഉള്ള, അതായത് 200 ml കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കടലപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിരാൻ വെക്കണം. ഇതിനു വേണ്ടി ഒത്തിരി സമയം, ഒരു രാത്രി മുഴുവൻ ഇട്ട് വെക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പൊക്കെ ഞാൻ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, നല്ലതുപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഈ കടലപ്പരിപ്പിൽ ഒക്കെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോട്ടെ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ മതിയാവും ഇതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു കോട്ടൺ തുണി എടുക്കുന്നുണ്ട്. ഈ കോട്ടൺ തുണിയിൽ ഒന്ന് വിരിച്ചിട്ടിട്ടാണ് ഞാനിതൊന്ന് ഉണക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് സാധാരണ നമുക്ക് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോളൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതുപോലത്തെ നല്ല കോട്ടൺ തുണിയിൽ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫാന് ഒന്ന് അടുത്തൊരു ടേബിൾ ഫാനാണ്, ഞാനൊരു ടേബിൾ ഫാനും അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു 5 മിനിറ്റോളം മാത്രമേ എടുത്തുള്ളൂ. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകേണ്ട കാര്യമില്ല. അതുമ്പോൾ നമ്മളിതൊന്ന് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവരുത്, ആ ഒരു പരുവം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫാനിൻ്റെ ചോട്ടിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഒരു തരി പോലും വെള്ളമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് മാത്രം മതിയാവും. പക്ഷെ എന്നാൽ ഇതിന് അത്യാവശ്യം ചെറുതായിട്ടൊരു ഈർപ്പം ഉണ്ടതാണ് കേട്ടോ, ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതും ഞാൻ എല്ലാം ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളിതായി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കടലപ്പരിപ്പിൽ നിന്ന് 2-3 എണ്ണം ഞാനൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടോ, അപ്പം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുമുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇടാം. ഞാനിന്നിപ്പോൾ വേറൊരു രീതിയിലാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. നിങ്ങളിങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനിത് എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് അവിടെ പോയപ്പോൾ ഒരു കടയിൽ പോയപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ വറുക്കാനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനത്തെ ഇതിന് പകരം നിങ്ങൾക്ക്, ഞാനിപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ കടലപ്പരിപ്പ് വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് യൂസ് ചെയ്തായിരുന്നു. ആ ഒരു അരിപ്പയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അന്നേരം കുറച്ച് വായുവട്ടമുള്ള ഒരു പാത്രത്തിൽ വേണം എണ്ണ എടുക്കാമെന്ന് മാത്രം. ഇനി ഇത് രണ്ടും ഇല്ല, അങ്ങനത്തെ അരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നത് പോലെ നമുക്ക് കോരിയെടുക്കും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ മേടിച്ചു, ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് ചുമ്മാ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി നേരം ഒന്നും വറുത്തെടുക്കണ്ട. ഇതിൻ്റെ കളറൊന്നും ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം കേട്ടോ. അല്ലാതെ ഇത് ഒത്തിരി ബ്രൗൺ കളറാക്കുകയോ അല്ലെങ്കിൽ കരിച്ചെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമുക്കിതൊന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇട്ടോളും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം.
അപ്പോൾ ഇതൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നിറമൊന്നും മാറിയിട്ടില്ല, നല്ല ഗോൾഡിഷ് കളർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ തന്നെയാണ്. നമുക്കിതിഞ്ഞ് ഒന്ന് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ മാറ്റുമ്പോൾ പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ വെച്ചൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൽ അങ്ങ് കയറി പിടിച്ചോളും. അപ്പോൾ അത്രയും എണ്ണയെ നമ്മുടെ അകത്ത് ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ, നല്ല ഇതൊന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമ്മളൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലതുപോലെ പൊടിയും. നല്ല കപ്പലണ്ടിയൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പരുവാണ് ഈ ഒരു കടലപ്പരിപ്പ് നമ്മൾ വറക്കുമ്പം. ഇത് നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇതാട്ടോ കടലപ്പരിപ്പ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ വിലയൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് കടലപ്പരിപ്പ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാറ്. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമുക്കിതൊരു നല്ല ചില്ലും കുപ്പിയിൽ അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ 10-15 ദിവസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈവനിങ് നമുക്കിത് വേറൊരു രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, 2 രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. ഇത് നല്ലൊരു സ്വാദാണ്. നമുക്കിങ്ങനെ കുറിച്ച് നടക്കാനൊക്കെ, പ്രത്യേകിച്ച് നല്ല മഴയത്ത് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്ന നേരത്തൊക്കെ നമുക്കൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് വേണമെന്ന് ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം. എന്നത് കുറച്ച് ഹെൽത്തി ആണ് താനും. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള കടലപ്പരിപ്പും കൂടെ ഞാനിതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എല്ലാ കടലപ്പരിപ്പും ഒന്ന് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിറം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരുവം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ നമുക്ക് പൊടിഞ്ഞ് വരും ചെയ്യും. നമ്മൾ ശരിക്കും ഇത് കപ്പലണ്ടി കഴിക്കുന്ന അതേ രുചിയൊക്കെ തന്നെയാണ് ഇതിന് കിട്ടുക. പക്ഷേ നമ്മളിത് കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 2 രീതിയിൽ ഇതൊന്ന് വെക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ 2 രീതി എന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അതൊന്നും എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല, നമ്മൾ എണ്ണയിൽ ഒത്തിരി എണ്ണ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഒത്തിരി എണ്ണ ഈ കടലപ്പരിപ്പ് കുടിക്കില്ല എന്ന് തോന്നുന്നു, കാരണം എനിക്ക് ടിഷ്യൂ പേപ്പറിൽ കാര്യമായിട്ടുള്ള എണ്ണയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. നമ്മുടെ ഒരു കപ്പലണ്ടിയുടെ പരുവത്തിലൊക്കെയാണ് ഇരിക്കുന്നത്, നല്ല ക്രിസ്പിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ 2 രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലുള്ളത് അങ്ങ് നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഉള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കടലപ്പരിപ്പ് കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവിടാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ചെയ്ത ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും നമുക്ക് നമ്മൾ പകുതി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പിനകത്തോട്ട് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു മസാല കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്, കുറച്ച് എരിവും ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിനി ചാറ്റ് മസാല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ചാറ്റ് മസാല യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടെ. നിങ്ങൾക്കിനി പെപ്പർ പൗഡർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ, പിന്നെ അല്പം ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഇനി ഇവിടെ എനിക്കറിയില്ല നിങ്ങൾ കഴിക്കുന്നുണ്ടോയെന്ന്. ഇവിടെ ചില സമയത്ത് കുഞ്ഞുങ്ങൾ ചോറിൻ്റെ കൂടെ സൈഡിൽ ഇതൊരു എന്താ പറയുക, ഒരു സ്നാക്ക് പോലെ അങ്ങനെ കഴിക്കുന്ന പപ്പടമൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇവർ ചോറിനകത്ത് ഇങ്ങനെ കഴിക്കുന്നത് കാണാം. പക്ഷെ അത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. കടലപ്പരിപ്പൊക്കെ അവരുടെ വയറ്റിനകത്തോട്ട് ചെല്ലുന്നത് ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നിങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതൊരു ചില്ലും കുപ്പിക്കകത്താണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 ദിവസം 15 ദിവസം വരെയൊക്കെ എനിക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ 10 ദിവസം തീർച്ചയായിട്ടും ഇരിക്കും. നമുക്കതിന് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് പുറത്തോ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ചീത്തയായി പോകത്തില്ല. അപ്പോൾ ഞാനൊരു ചില്ലും കുപ്പിയിൽ അടച്ചിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കൊള്ളും. അപ്പോൾ ഇനി ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാനൊരു എന്താ പറയുക, ഒരു സാലഡ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചാട്ട് മസാല പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി കാണിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഉണ്ടാക്കിയ ആ മസാല, മുളക് പൊടിയും കുരുമുളകിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 1/2 സവോള ഇല്ല, 1/2 സവോളയെക്കാളും കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 തക്കാളി, 1/2 തക്കാളിയുടെ പകുതി 1/4 തക്കാളിയും ചേർത്തിട്ടുണ്ട്. അതും പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, അത് നമ്മുടെ എരിവിന് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു പച്ചമുളകാണ്, വലിയ എരിവില്ല, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ളത്. ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ടത്, പക്ഷെ അത് ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട് നമുക്ക്
നിങ്ങൾക്ക് വേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വേപ്പില കീറിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില കീറിയിട്ട് ചേർക്കാം. ഞാനിത് രണ്ടും ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ ഒരു സൂത്രം ചേർക്കുന്നുണ്ട്. നമ്മുടെ നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. നാരങ്ങ നീര് ഒരു പ്രത്യേക ഒരു ചെറിയൊരു പുളിയും പിന്നെ ഈ ഒരു സവോളയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതും ഞാനൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ കാണും. അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് മസാല എന്നോ അല്ലെങ്കിൽ ഒരു കടലപ്പരിപ്പിൻ്റെ മസാല എന്നൊക്കെ പറയാം. ഇനി നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ്, അതുപോലെ ക്യാബേജ് ഒക്കെ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചീവിയൊക്കെ കൊടുത്ത് ഇതിനകത്ത് നമുക്ക്, അല്ലെങ്കിൽ ക്യൂക്കംബർ, ഇതൊക്കെ നമുക്ക് ചേർത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു സാലഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഒരു നേരം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 2 റെസിപ്പി. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അറിയിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.